മത്സരം ജയിക്കുവാനാണ്. എന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ എതിരാളി ശത്രുവല്ല, വ്യക്തിയല്ല എതിരാളിയായി മാറുന്നത്, ആശയങ്ങൾ തമ്മിലാണ്. എല്ലാം എതിർത്ത് തോൽപ്പിക്കേണ്ടവയല്ല. ചിലതിനോടെങ്കിലും അനുരൂപപ്പെട്ടാൽ അവ സ്വയം തോറ്റുതരും. കീഴടക്കൽ ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ല, അതിന് മത്സരബുദ്ധിക്ക് അതീതമായ മാനസിക നില കൂടി വേണം. മറ്റുള്ളവർ പരാജയപ്പെടുമ്പോഴാണ് താൻ ജയിക്കുന്നതെന്ന വികാല ചിന്ത സൂക്ഷിക്കുന്നവർ എന്നും അനാരോഗ്യകരമായ മത്സരങ്ങളുടെ ഭാഗമായിരിക്കും. വിജയം ഉറപ്പാക്കുന്നത് എന്തിനോടും ഏതിനോടും മത്സരിച്ചു മാത്രമല്ല, പ്രകോപനപരമായവയെയും പ്രയോജനരഹിതമായവയെയും ഒഴിവാക്കുന്നതിലൂടെയും ആണെന്ന് നാം മനസ്സിലാക്കണം. ആരോടൊക്കെയാണ് മത്സരിക്കേണ്ടത്? മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നവരോട്, അപലഷണീയമായ തന്ത്രങ്ങളിലൂടെ മാത്രം മത്സരിക്കുന്നവരോട്, എതിരാളിയെ ബഹുമാനിക്കുന്നവരോട്, തോൽവി അംഗീകരിക്കുന്നവരോട് ഒക്കെ ആയിരിക്കണം. ഓരോ മത്സരത്തിനിറങ്ങുമ്പോഴും സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈ മത്സരം എനിക്കും സമൂഹത്തിനും ഗുണകരമാകുമോ? ഇതിൽ നിന്ന് എന്തെങ്കിലും അനുഭവം ലഭിക്കുമോ? മത്സരാർത്ഥികളുടെ നിലവാരം എന്താണ്? ജയിച്ചാലും തോറ്റാലും മത്സരശേഷം ഒരുപടി മുകളിലായിരിക്കുമോ അതോ താഴെയായിരിക്കുമോ എൻ്റെ ജീവിതം? മത്സരശേഷവും ചില ചോദ്യങ്ങൾ ഉയരണം. ജയിക്കാൻ വേണ്ടി അമൂല്യമായി എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയോ? തോറ്റിട്ടും പഠിച്ച പാഠങ്ങൾ എന്തൊക്കെ? ചുവടുകൾ പിഴച്ചത് എവിടെയെല്ലാം? തിരുത്തേണ്ട മനോഭാവവും ശീലങ്ങളും എന്തൊക്കെയാണ്? മത്സരങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ ചില തെറ്റിദ്ധാരണകളുമുണ്ട്. ഒന്ന്, ജയിക്കുവാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. രണ്ട്, എതിരാളി എത്ര കണ്ട് തകരുന്നുവോ അത്രയ്ക്ക് വിജയത്തിന് മാറ്റുകൂട്ടും. അസാധാരണമായ അനുഭവങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ആദ്യ പാഠം അവയുമായി പൊരുത്തപ്പെടുക എന്നതാണ്. വീണും വഴങ്ങിയും നിലയുറപ്പിച്ചതിന് ശേഷമാകണം നേരിട്ടുള്ള അടവുകൾ പ്രയോഗിക്കേണ്ടത്. തോൽവി അംഗീകരിക്കാൻ പറ്റാത്തത് മൂലമുള്ള ധാർഷ്ട്യവും അഹംബോധവും സ്വയം നാശത്തിലെ അവസാനിക്കൂ. ആദ്യം തോൽക്കാതെ എല്ലാവർക്കും ജയിക്കാൻ കഴിയുന്ന മറ്റ് ചില ഗെയിമുകൾ കൂടിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് നാം പരിശീലിക്കണം. എതിരാളിയുടെ മനസ്സറിയുന്നതിനേക്കാൾ വലിയ മത്സരയോഗ്യതയില്ല. മല കീഴടക്കാൻ ഉതകുന്ന മാർഗങ്ങൾ കൊണ്ട് മനസ്സ് കീഴടക്കാനാകില്ല. അതുകൊണ്ട് ജയിച്ചു കയറിയവർ തോറ്റവരെ പരിഹസിക്കുന്നവരായി തീരരുത്. നാളെ ജയിച്ച ആളും തോക്കും, തോറ്റാൾ ജയിക്കുകയും ചെയ്യും. ജയിക്കുന്നതിന് മുൻപുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് നിറവേറ്റുവാൻ കഴിയുമോ? കഴിയുന്നത് മാത്രമേ നാം അവതരിപ്പിക്കാവൂ. അതുകൊണ്ട് ജയിച്ചവരുടെ മുമ്പിലുള്ള പദ്ധതികളെ പൂർത്തീകരിക്കുക. എതിരാളി ഒരിക്കലും ശത്രു ആകാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ നിയോഗം നമ്മിൽ നിറവേറട്ടെ. ദൈവനാമം അങ്ങനെ മഹത്വമെടുക്കട്ടെ. തിരമാലകൾ ഒന്നുമാറി കരയിലേക്ക് അടിച്ചു കയറുന്നത് പോലെ ജീവിതത്തിലേറി വരുന്ന പ്രയാസങ്ങളുടെയും ജീവിതത്തോടുള്ള മത്സരങ്ങളുടെയും മുൻപിൽ പിശാച് നമ്മെ തകർത്തിക്കളയാതെ ദൈവസ്നേഹത്തിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.